മക്കളെ കീമിൽ MBBS BDS കോഴ്സുകളുടെ 3ാം റൗണ്ട് അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അതായത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും 2025-26 വർഷത്തെ MBBS BDS കോഴ്സുകളുടെ 3rd റൗണ്ടിൻ്റെ ഓപ്ഷൻ കൺഫർമേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. MBBS BDS കോഴ്സുകളിൽ നിലവിലുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങളുടേത് പരിഗണിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആദ്യ റൗണ്ടുകളിൽ സീറ്റ് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ കിട്ടാതിരുന്നോട്ടെ എന്നും പ്രശ്നമല്ല, ഈ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. അതിനുവേണ്ടി കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ഓൺലൈൻ കൺഫർമേഷൻ നിർബന്ധമായിട്ട് നടത്തണം. ഓൺലൈൻ കൺഫർമേഷനെ തുടർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, ഓർഡർ മാറ്റാം, മേലെയുള്ളത് താഴേക്ക് കൊണ്ടുവരാം, താഴെയുള്ളത് മേലേക്ക് കൊണ്ടുവരാം, ഒക്കെ ചെയ്യാം. ആവശ്യമില്ലാത്ത ഒഴിവാക്കാം. എന്നാൽ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ഓർഡർ റീഅറേഞ്ച് ചെയ്യാം. ഇതിനുള്ള സൗകര്യം ഒക്ടോബർ 14-ാം തീയതി രാവിലെ 11 മണി വരെയാണ് നിങ്ങൾക്കുണ്ടാവുക. ഇനി ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റിലൂടെ MBBS BDS ഒക്കെ കോഴ്സ് അഡ്മിഷൻ കിട്ടിയവരും ഓപ്ഷൻ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തവരുമൊക്കെ ഈ റൗണ്ടിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി ഈ റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും നിങ്ങളുടെ മുമ്പ് കിട്ടിയ ഓപ്ഷൻസ്, ഇപ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, ആ സീറ്റ് നിങ്ങൾക്ക് മതി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, മുമ്പ് കിട്ടിയ അലോട്ട്മെൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും, അത് നഷ്ടപ്പെടില്ല. അതായത് നിങ്ങൾ അടുത്ത റൗണ്ടിൽ പരിഗണിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ കേരള മെഡിക്കൽ കോളേജ് പാലക്കാടിലേക്ക് ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യമുണ്ട്. അതായത് ആദ്യ റൗണ്ടുകളിൽ കൊടുക്കാത്ത ഈ ഒരു കോളേജ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഫീസ് നോക്കുക. ജനറൽ കാറ്റഗറിക്ക് 8,10,175 രൂപയും NRIയിൽ 22,74,600 രൂപയുമാണ്. നോർമലി 8,10,175 NRIക്ക് 22,74,600 രൂപയുമാണ് വാർഷിക ഫീസ്. ഇനി ഒക്ടോബർ 14-ാം തീയതി രാവിലെ 11 മണി വരെ കിട്ടുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഈ 3ാം റൗണ്ടിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് 15-ാം തീയതി പബ്ലിഷ് ചെയ്യും. ഷെഡ്യൂൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. MBBS BDS കോഴ്സുകളിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനും നിലവിലുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ആവശ്യമില്ലാത്തത് ഒഴിവാക്കാനും പുതുതായിട്ട് ചേർക്കപ്പെട്ട സീറ്റുകളിലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള സമയം ഒക്ടോബർ 6-ാം തീയതി തുടങ്ങുന്നു. ഒക്ടോബർ 14-ാം തീയതി 11 മണി വരെ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടാവും. ഒക്ടോബർ 15-ാം തീയതി 3ാം റൗണ്ട് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. 16-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. 17 തുടങ്ങി 22 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയമാണ്. ഇനി MBBS BDS കോഴ്സുകൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾ മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന തുക തൽക്കാലം കോളേജിൽ അടയ്ക്കേണ്ടതുണ്ട്. അതേപോലെ MBBS BDS കോഴ്സുകൾക്ക് ഗവൺമെൻറ് കോളേജുകളിലാണ് കിട്ടുന്നതെങ്കിൽ മുഴുവൻ ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഫീസ് ആനുകൂല്യമുള്ള കുട്ടികൾ 500 രൂപ അടച്ചാൽ മതിയാവും. അത് നമ്മൾ ഡീറ്റെയിൽ അതും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ അലോട്ട്മെൻറ്റിലും പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഫീ അടച്ചാൽ മതി. ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രവേശനം നേടും, പഠനം തുടരും എന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്ക് മാത്രമേ കൊടുക്കാവൂ, ഉറപ്പുള്ള ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാവൂ, കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ളതേ കൊടുക്കാവൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക. MCCയുടെ നിർദ്ദേശമനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ടയിലും 3ാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് MCC കൊടുക്കുകയും അത്തരം വിദ്യാർത്ഥികളെ 3ാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിൽ അയോഗ്യരാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്താൽ, ഇതുവരെ അങ്ങനെ ഒരു ഫൈനൽ അപ്ഡേറ്റ് വന്നിട്ടില്ല, സാധാരണഗതിയിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങനെ വന്നാൽ അവർ നൽകിയ ഓപ്ഷൻസ് പരിഗണിക്കില്ല. അതായത് 3ാം റൗണ്ടിൽ അവരെ പങ്കെടുപ്പിക്കില്ല. അത് ഓൾ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ, നിങ്ങളെ പിന്നീട് അത് എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് അലോട്ടായാൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല. അലോട്ടായാൽ പിന്നെ നിങ്ങളെ മറ്റ് ഓപ്ഷൻസിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അവർ പറഞ്ഞിരുന്ന പ്രോസ്പെക്ടസിൽ ഓൾ ഇന്ത്യയുടെ റൗണ്ടിൽ നിന്ന് പുറത്താക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റേറ്റ് എന്ന് വരും മെൻഷൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇവിടെ അവർ ക്ലിയറായി സ്റ്റേറ്റ് പറയുന്നുണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടാൽ. അപ്പോൾ മേ ബി അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് 3rd റൗണ്ടിൽ ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടിയാൽ ഇവിടെ നിങ്ങളുടെ ഓപ്ഷൻ പരിഗണിക്കില്ല. ഇനി 14, അതായത് ഒക്ടോബർ 14-ാം തീയതി വൈകിട്ട് 5 മണിക്കോ അതിനു മുമ്പോ 1ാം ഘട്ടത്തിലും, അതായത് 14-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഒക്ടോബർ 14-ാം തീയതി വൈകിട്ട് 5 മണിക്കോ അതിനു മുമ്പോ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും പ്രവേശനം കിട്ടിയ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിടുതൽ ചെയ്യാം. അതായത് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്ത ഫീസേ നഷ്ടപ്പെടൂ, കോളേജിൽ അടച്ച ഫീസ് തിരിച്ചു കിട്ടും. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ സീറ്റ് ഹോൾഡ് ചെയ്താൽ നിങ്ങൾ അടച്ച പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി ഈ റൗണ്ട് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിൽ സ്ട്രേ വേക്കൻസിയിലൂടെയാണ് ഫില്ല് ചെയ്യുക. സ്ട്രേ വേക്കൻസിയുടെ അപ്ഡേറ്റ് പിന്നീട് വരികയുള്ളൂ. അപ്പം ഡീറ്റെയിൽ ഗ്രൂപ്പിലിടാം. അപ്പോൾ നിലവിൽ 3rd റൗണ്ടിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് CE പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ മെയിൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്.
സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.